അങ്ങനെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലെത്തിയിരിക്കുകയാണ്. ട്രംപ് സർക്കാർ എന്നാണ് അദ്ദേഹം ട്രംപിൻ്റെ ഈ ഒരു സർക്കാരിനെ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. ഇതിനിടയിലൊക്കെ മോദി അമേരിക്കയിലെത്തിയതു മുതൽ ചർച്ചയാകുന്ന ഒരു പേരാണ് തുളസി ഗബാർഡ്. അതായത് മോദി പോലും ആരാധിക്കുന്ന ഒരു സ്ട്രോങ് ആയ ഒരു വനിത. അവർ ഇന്ത്യക്കാരിയാണോ? ആരാണ് തുളസി ഗബാർഡ്? തുളസി ഗബാർഡ് മോദിയും ട്രംപും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടങ്കം തിരയുന്നത്. നമ്മുടെ പ്രേക്ഷകർക്കായി ആ വിവരങ്ങൾ, കൃത്യമായ വിവരങ്ങൾ നമുക്ക് തന്നെ പങ്കുവയ്ക്കാം. ആരാണ് മോദി പോലും ആരാധിച്ചു പോകുന്ന തുളസി ഗബാർഡ്? തുളസി യോഗയും ധ്യാനവും ഒക്കെ കൃത്യമായിട്ട് പരിശീലിക്കുന്ന ഒരാളാണ്. 5 മക്കളാണ് ഇവർ ഈ കുടുംബത്തിൽ. അതിൽ തുളസിയുടെ കുടുംബത്തിൽ അതിൽ സഹോദരിയുടെ പേര് വൃന്ദാവൻ എന്നാണ്. സഹോദരന്മാരായിട്ടുള്ള ജയ് ഭക്തി, ആര്യൻ തുടങ്ങിയവരാണ് സഹോദരന്മാർ. അപ്പോൾ ഇവരുടെ കുടുംബം നേരത്തെ തന്നെ ഹിന്ദു മതത്തിലും ഹിന്ദുമത സംസ്കാരത്തിലൊക്കെ കൃത്യമായിട്ട് ആകർഷണീയത പുലർത്തിയൊരു കുടുംബമാണ്. എല്ലാവരും നേരത്തെ തന്നെ വിചാരിച്ചിട്ടുണ്ടാവും തുളസി ഗബ്ബാർഡ് ഒരു ഇന്ത്യൻ വംശജയാണെന്ന്. എന്നാൽ അത് തെറ്റാണ്. ഇവരുടെ മാതാപിതാക്കളൊക്കെ അമേരിക്കൻ വംശജരായിട്ടുള്ളവരാണ്. ഇവർക്ക് പക്ഷേ ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യമായ അമേരിക്കയിൽ നിന്ന് തന്നെ അവിടുത്തെ ഒരു ഉന്നത ചുമതല, ദേശീയ ഇൻ്റലിജൻസ് ഡയറക്ടറായിട്ടാണ് തുളസി ഗബ്ബാർഡിന് ചുമതലയേറ്റിയിരിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു രാജ്യത്ത് നിന്ന് ഹിന്ദു മതം പിന്തുടരുന്ന ഒരാളെ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വലിയ, എന്താ പറയുക, നമുക്ക് വലിയ കൗതുകത്തോടു കൂടിയിട്ടാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഈ തുളസിയുടെ അമ്മയാണ് ഈ തുളസിയെ ഈ ഒരു രീതിയിൽ ഹിന്ദു പാരമ്പര്യത്തിൽ ജീവിക്കുക എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിലേക്ക് വളർത്തിയത്. കാരണം അവർ ഈ മന്ത്രം, യോഗ തുടങ്ങിയ അതോടൊപ്പം തന്നെ ഭഗവത്ഗീതയൊക്കെ നൽകിയ ആശയങ്ങളൊക്കെ വളരെയധികം നേരത്തെ തന്നെ ഇഷ്ടപ്പെട്ടവരാണ്. പിന്നീട് ഇവർ ഹിന്ദു മതത്തിലേക്ക് പൂർണ്ണമായിട്ട് മാറുന്ന ഒരു സാഹചര്യം കൂടി രൂപപ്പെട്ടിട്ടുണ്ട്. 2 പേരും ക്രൈസ്തവരാണ്. ചെറുപ്പം മുതലേ ക്രൈസ്തവ വിശ്വാസത്തിലും ഒപ്പം ഹിന്ദു വിശ്വാസത്തിലുമാണ് ഇവർ വളർന്നു വന്നത് എന്നതാണ് ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് സംസ്കാരങ്ങളുടെ, ക്രൈസ്തവ വിശ്വാസവും ഹിന്ദു സംസ്കാരവും തമ്മിലുള്ള ഒരു സംഗമമായിട്ടാണ് നമ്മൾ ഈ തുളസി ഗബ്ബാർഡിൻ്റെ ഒരു ജീവിതത്തെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതെന്നാണ് തോന്നുന്നത്. ഇവർ ജനപ്രതിനിധിയായിട്ട് ആദ്യം തന്നെ അധികാരമേൽക്കുന്ന സമയത്തൊക്കെ ഭഗവത്ഗീതയെ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് അധികാരമൊക്കെ ഏൽക്കുകയൊക്കെ ഉണ്ടായത്. അപ്പോൾ അത്തരത്തിൽ വളരെ കൗതുകപൂരമായിട്ടുള്ള ഒരു ജീവിത രീതിയാണ് തുളസി ഗബ്ബാർഡ് പിന്തുടർന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരാൾ അമേരിക്കയുടെ ഒരു വളരെ രഹസ്യ സ്വഭാവമുള്ള ഒരു കാര്യത്തിൻ്റെ ചുമതലയിൽ ഒരു ഡയറക്ടറായിട്ട് എത്തുന്നു എന്ന് പറയുന്നത്. രഹസ്യ സ്വഭാവമായിട്ടുള്ള ഒരു സാധനം കാത്തു സൂക്ഷിക്കാൻ ഒരു ഹിന്ദുവിനെ തന്നെ നിയമിച്ചു എന്നതാണ് നമ്മൾ ട്രംപ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം നേരത്തെ തന്നെ മോഡിയൊക്കെ തുളസി ഗബ്ബാർഡിനെ, മോദി അമേരിക്കയിലെത്തിയപ്പോൾ മോഡിയെ സ്വീകരിക്കാനൊക്കെ ആയിട്ട് തുളസി ഗബ്ബാർഡാണ് മുൻപന്തിയിൽ ഉണ്ടായിരുന്നത്. അവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയൊക്കെ കഴിഞ്ഞു. വലിയ രീതിയിൽ ദേശീയ മാധ്യമങ്ങളൊക്കെ അത് വാർത്തയാക്കുന്നുണ്ട്. നേരത്തെയും മോദി തുളസി ഗബ്ബാർഡിനെ കുറിച്ച് വലിയ രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും തുളസി ഗബ്ബാർഡിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഗൗതം പറഞ്ഞതുപോലെ US-ൻ്റെ ഡയറക്ടർ ഓഫ് ഇൻ്റലിജൻസ് വിങ് ചുമതലയേറ്റിരിക്കുന്ന ഉയർന്ന ഉദ്യോഗസ്ഥയാണ് അവർ. അപ്പോൾ രഹസ്യ സ്വഭാവമുള്ള ഒരു ജോലി, അതായത് നയതന്ത്രപരമായ കാര്യങ്ങൾ, രഹസ്യ അന്വേഷണ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചുമതലയിലുള്ള US നാഷണൽ ഇൻ്റലിജൻസ് ഡയറക്ടറാണ് തുളസി ഗബ്ബാർഡ് എന്ന് പറയുന്നത്. പക്ഷെ അവരെ നമ്മൾ കണ്ടാൽ ഒരിക്കലും ഒരു അമേരിക്കക്കാരിയാണ് എന്നൊരിക്കലും തോന്നില്ല. മോദി അമേരിക്കയിലേക്ക് വന്നിറങ്ങുമ്പോൾ അദ്ദേഹത്തെ എതിരേക്കാൻ പോയ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ക്ഷണിക്കാനായി പോയ നിരവധി പേര് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് തുളസി ഗബ്ബാർഡ്. അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് അമേരിക്കയിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് തുളസി ഗബ്ബാർഡ് സ്വീകരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഈ പറഞ്ഞതുപോലെ നേരത്തെ ഋഷി സുനകാണ് ഭഗവത്ഗീതയെ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് അദ്ദേഹം UK അധികാരമേറ്റത്. അതുപോലെ തന്നെയാണ് ഈ ഹിന്ദു വിശ്വാസത്തിൽ ഊന്നി നിൽക്കുന്ന ഒരു ക്രൈസ്തവ രാജ്യമായിട്ട് പോലും ട്രംപിനോടൊപ്പം നിൽക്കുന്ന ഒരു പരിധിയിലധികം പേരും ഹിന്ദു മതവിശ്വാസികളാണ്
ട്രംപിൻ്റെ പേഴ്സണൽ സെക്രട്ടറിമാരോടൊപ്പം നിൽക്കുന്നവർ അല്ലെങ്കിൽ മറ്റ് ചുമതലകൾ വഹിക്കുന്നവരൊക്കെ ഹിന്ദു വിശ്വാസികളാണ് എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. നമ്മുടെ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഹിന്ദു എന്ന് കേട്ടാൽ ചിലരൊക്കെ മുഖം ചുളിക്കുന്നതും, ഹിന്ദു എന്ന് പറഞ്ഞാൽ BJP സംഘി, അതാണ് ഹിന്ദുവിന് ഇന്ത്യയിലുള്ള ഒരു എന്താ പറയുക ഒരു പേര് എന്ന് പറയുന്നത്. നമ്മൾ ഹിന്ദു ആണെന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ സംഘിയാക്കും, നമ്മളെ BJPക്കാരിയാക്കും, അതാണ് രീതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യം വിട്ട് പുറത്തു പോകുമ്പോഴാണ് ഹിന്ദു എന്ന വാക്കിന് എത്രത്തോളം അർത്ഥമുണ്ട് എന്നും എത്രത്തോളം പ്രാധാന്യം മറ്റു രാജ്യങ്ങൾ നൽകുന്നു എന്നും നമുക്ക് മനസ്സിലാവുന്നത്. ഒരു അമേരിക്കൻ വംശജർ അവരുടെ 5 മക്കൾക്കും ഹിന്ദു മതം സ്വീകരിച്ചുകൊണ്ട് ഹിന്ദുക്കളുടെ പേരിടുന്നു, യോഗയും മറ്റ് മന്ത്രങ്ങളും ചൊല്ലുന്നു, ഭഗവത്ഗീത പഠിപ്പിച്ചു കൊടുക്കുന്നു, ഹിന്ദു മതത്തിലെ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നു, ആ സംസ്കാരത്തിലൂടെ വളരാൻ അവരെ പഠിപ്പിക്കുന്നു. പിന്നീട് ഒരു ഘട്ടത്തിൽ ഇവർ പൂർണ്ണമായിട്ടും ഹിന്ദുമതം സ്വീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്. അപ്പോൾ അത്തരത്തിൽ മതത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, ഞാൻ വിശ്വസിക്കുന്ന മതത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പക്ഷെ തൻ്റെ ചുമതലകൾ കൃത്യമായി നിർവഹിച്ചു കൊണ്ടുപോകുന്ന തുളസി ഗബാർഡ്, അതൊക്കെ അഭിമാനമാണ്. ഏതൊരു ഇന്ത്യക്കാരനും ഏതൊരു ഹിന്ദുവിനും തുളസി ഗബാർഡ് എന്ന് പറയുന്ന ഈ കരുത്തുറ്റയായ വനിത ഒരു എന്താ പറയുക ഒരു അഭിമാനം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ തന്നെ ട്രംപ് തന്നെ വളരെ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് ഹിന്ദുക്കൾ എൻ്റെ സുഹൃത്തുക്കളാണ്, ഹിന്ദുക്കൾ വളരെ നല്ല ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അനുകൂല നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയതാണ്. നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഹിന്ദു എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിൻ്റെ യൂണിവേഴ്സാലിറ്റിയെ പറ്റിയിട്ടാണ്. അതിനെ എവിടെയും കൊണ്ടുപോയിട്ട് അതിനെ പ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന ഒരു സംഗതിയെ പറ്റിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു വംശജയായിട്ടുള്ള ഒരാൾക്ക് പോലും ഇത്തരത്തിൽ ആ ഒരു സംസ്കാരത്തിൻ്റെ നന്മയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ പുൽകാനും ഇഷ്ടപ്പെടുവാനും ഒക്കെ സാധിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ ഈ വിവേകാനന്ദ സ്വാമികളെയൊക്കെയാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. വിവേകാനന്ദ സ്വാമികൾ ഈ ചിക്കാഗോയിലൊക്കെ പോയിട്ട് നടത്തിയ പ്രസംഗമൊക്കെ വലിയ രീതിയിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാൻ വരുന്നത് ഏറ്റവും പഴയ സംസ്കാരത്തിൽ നിന്നാണ്, എല്ലാ മതസ്ഥരെയും ഉൾക്കൊണ്ട ഒരു സംസ്കാരത്തിൽ നിന്നാണ് ഞാൻ വന്നതെന്നൊക്കെ വിവേകാനന്ദൻ്റെ വളരെ മഹനീയമായിട്ടുള്ള പ്രസംഗമൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്തരം സ്ഥലങ്ങളിലേക്കൊക്കെ പോയിട്ട് ഈ ഹിന്ദുമതം പ്രചരിപ്പിച്ചവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഇത്തരത്തിൽ ഇങ്ങനെയൊക്കെ ആളുകളെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് വലിയൊരു സഹായകരമായിട്ട്. അതുമാത്രമല്ല, അമേരിക്കയിലെ നാഷണൽ ഇൻ്റലിജൻസ് ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന ആദ്യത്തെ ഹിന്ദുവാണ് തുളസി എന്നതും അവരുടെ നിയമനത്തെ ചരിത്രപരമാക്കുന്നു എന്നുള്ളതാണ്. ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യമായ അമേരിക്കയിലാണ് ഹിന്ദു വിശ്വാസം പിന്തുടരുന്ന തുളസിയെ നിയമിച്ചത്. ചെറുപ്പം മുതൽ കത്തോലിക്ക വിശ്വാസവും ഹിന്ദു വിശ്വാസവും തുളസിയുടെ കുടുംബം ഒരുപോലെ പിന്തുടരുന്നു. ഭൗതികതയിലെ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള സന്ദേശം ഉൾക്കൊണ്ട് രാഷ്ട്രീയ സേവനത്തിനിറങ്ങി. ഹിന്ദുമതം പൂർണ്ണമായും സ്വീകരിച്ച തുളസി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി തൻ്റെ ഹിന്ദു സത്വത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിനും ഉപയോഗിച്ചു. 1981 ഏപ്രിൽ 12 അമേരിക്കൻ സമോവൻ വംശജയായ തുളസി ഗബാർഡ് ജനിച്ചത്. കത്തോലിക്ക വിശ്വാസത്തിൽ നിന്ന് പിതാവ് മൈക്ക് ഗബാർഡ് ഹിന്ദുവായി മാറി. തുളസി ഗബാർഡിൻ്റെ അമ്മ കരോൾ പോർട്ടർ ഗബാർഡ് ഹിന്ദുമതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ കടുത്ത ആരാധികയാണ്. യോഗയും ധ്യാനവും ഒക്കെ ശീലിച്ചു പോകുന്ന ഒരു കുടുംബം. സത്യത്തിൽ വ്യത്യസ്തമായി തന്നെയാണ് നമ്മളതിനെ കാണേണ്ടത്. കുരുപൊട്ടുന്നവരോടൊന്നും പറയാനില്ല, ഇതിനും താഴെ വന്ന് കുരുപൊട്ടിക്കുന്നവരോട്. പൊട്ടട്ടെ. അതെ.